Good afternoon, George. Good afternoon, Miss. Good afternoon. ആരാണ്? ഞാനാണ് മാം. ചൊല്ലട്ടെ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും വിവേകവും തരേണമീതയാമിതി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമീതയാമിതി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായ സ്വഗേഹമായി ഭവിക്കണം. ഇക്കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു മാം. Thought of the day. ഞാനാണ് thought of the day. Okay. Concentrate all your thoughts upon the work at hand. The sun's rays do not burn until brought to a focus. Alexander Graham Bell. Who is Alexander Graham Bell? He was a Scottish-born Canadian-American inventor, scientist, and engineer who is credited with patent the first practical telephone. He also founded the American Telephone and Telegraph Company in 1885. Thank you, ma'am. Yes. Okay. Very good. Signing. ഞാനാണ് മാം. Old MacDonald had a farm, E-I-E-I-O. On his farm he had some cows, E-I-E-I-O. With a moo-moo here and a moo-moo there, here moo, there moo, everywhere moo-moo. Old MacDonald had a farm, E-I-E-I-O. Old MacDonald had a farm, E-I-E-I-O. On his farm he had some sheep, E-I-E-I-O. With a baba here and a baba there, here ba, there ba, everywhere baba. Old MacDonald had a farm, E-I-E-I-O. Old MacDonald had a farm, E-I-E-I-O. On his farm he had some ducks, E-I-E-I-O. With a quack quack here and a quack quack there, here a quack, there a quack, everywhere quack quack. Old MacDonald had a farm, E-I-E-I-O. On his farm he had some with lot of animals, E-I-E-I-O. Thank you, ma'am. Okay, very good, Surmi. Yes. Good afternoon to all. Good afternoon. നമുക്ക് 30 സ്റ്റുഡൻസോ 30 പേരോ?
കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒരു വീക്ക് ബൈ വീക്ക്. 26. ഏഹ് 26 അല്ലേ? ബാക്കി നമ്മള് മാർക്ക് 3 ആണ്. എന്ത് പറ്റി? യെസ്, നിങ്ങൾ എല്ലാവരും സ്പീച്ച് ചെയ്തിട്ടുണ്ടോ? സ്പീച്ച് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സ്പീച്ച് ചെയ്താലോ? ഇൻസ്റ്റന്റ് ടോപ്പിക്സ് എന്നിട്ട് ടോപ്പിക് മാറി മാറി തരും. റെഡിയാണോ? ഓക്കെ മാം, ട്രൈ ചെയ്യാം. ട്രൈ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അധിക സമയം എടുക്കാതെ ബ്രീഫായിട്ട്. ഫസ്റ്റ് ടോപ്പിക് വരട്ടെ. ടോപ്പിക് പറയുമ്പോ വില്ലിംഗ് ആണ് ആളാണോ ആള് ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരാം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ആരും വില്ലിംഗ് അല്ലെങ്കിൽ ഞാൻ പേര് വിളിക്കാം. ഓക്കെ, എന്തായാലും പറഞ്ഞേ പറ്റും. ഇംഗ്ലീഷിലല്ല, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിലാണെങ്കിലും പറയാം. ആരും പേടിക്കേണ്ട, അറിയാവുന്നത് പോലെ പറഞ്ഞാൽ മതി. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് എൻവയോൺമെന്റ്, പരിസ്ഥിതിയെ കുറിച്ച്. എങ്ങനെ വേണമെങ്കിലും പറയാം നിങ്ങൾക്ക് കേട്ടോ. എൻവയോൺമെന്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് കൺസർവേഷൻ. എൻവയോൺമെന്റ് നമ്മൾ കൺസർവ് ചെയ്യേണ്ട, സംരക്ഷിക്കേണ്ട പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ച് ആരും സംസാരിക്കാം. മാം, ആ, ഞാനിപ്പോ കേറിയതേ ഉള്ള ക്വസ്റ്റ്യൻ എന്താന്ന് കേട്ടില്ല. നമ്മൾ ഒരു സ്പീച്ച് ചെയ്യാണ് ഇൻസ്റ്റന്റ് ആയിട്ട്. ടോപ്പിക് കൊടുത്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് ടോപ്പിക് എൻവയോൺമെന്റ് കൺസർവേഷൻ. എൻവയോൺമെന്റ് കൺസർവേഷൻ കേൾക്കാമോ? യെസ് മാം, കേൾക്കാം. ഓക്കെ, ആരാ ചെയ്യുന്നത്? ഞാൻ പറയട്ടെ മാം, ധൈര്യമായിട്ട് മലയാളത്തിൽ പറയട്ടെ. പറയൂ, നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ്. എൻവയോൺമെന്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണം. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം എന്നതാണ് അർത്ഥമാക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് പരിസ്ഥിതി എങ്ങനെയൊക്കെ സംരക്ഷിക്കാം, അതായത് പ്രകൃതി സംരക്ഷിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മൾ മലിനീകരണങ്ങൾ തടയണം മെയിനായിട്ട് പറയുന്നത്. ഇപ്പം വായു, ജലം, മണ്ണ് എന്നിവയൊക്കെ മലിനമാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ തടയണം, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് നമ്മളിപ്പം ആൾക്കാരെ ബോധവാന്മാരുമാക്കണം. നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു മലിനീകരണത്തെ കുറിച്ച് പറഞ്ഞേ, അറിയാവുന്ന പോലെ. വായു മലിനീകരണം. ഇപ്പം വായു മലിനീകരണം പറഞ്ഞിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഈ വാഹനങ്ങളിൽ നിന്നും ഒത്തിരി പുക വരുന്നത്, അതൊക്കെയാണ് കൊണ്ട് നമ്മൾ ശ്വാസത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മണ്ണ് മലിനീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുക, അതുപോലെ തന്നെ എന്തെല്ലാം സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കുഴിച്ചിടുന്നതും മണ്ണ് മലിനമാക്കാറുണ്ട്. പിന്നെ ജലമലിനീകരണം ആകുന്നത് നമ്മൾ ഈ വെള്ളത്തിലാണെങ്കിൽ ഓരോ ഈ വേസ്റ്റുകളും നല്ല നല്ല വെള്ളമൊക്കെ പണ്ട് നീരുറവയൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പം മോശമായിട്ടുള്ള ആൾക്കാർ ഈ ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റുകളും എല്ലാം കൂടെ അതിലോട്ട് തള്ളി ജലമലിനമാകുന്നു. അതുപോലെ അങ്ങനെ ഒത്തിരി അസുഖങ്ങളും അതുകൊണ്ട് നമുക്ക് പിടിപെടുന്നുണ്ട്. താങ്ക് യു. എന്താണ് പരിസ്ഥിതി മലിനമാകുന്നതിന്റെ കുറെ കാരണങ്ങളാണ് പറഞ്ഞത്. ആര്യ പോവല്ലേ? ആര്യ. ഓക്കെ മാം, പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിനെങ്ങനെയാ സംരക്ഷിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇത് മെയിനായിട്ട് ആളുകൾക്ക് ബോധവാന്മാരാക്കണം. കാര്യം ജലത്തിനൊക്കെ ഇതുപോലെ നമ്മൾ വേസ്റ്റുകൾ ഇടാതിരിക്കുകയും, അതുപോലെ തന്നെ മണ്ണിലാണെങ്കിൽ പ്ലാസ്റ്റിക്, നമ്മൾ വായുവിൽ പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അത് ആളുകൾക്ക് മെയിനായിട്ട്
എങ്ങനെയാണ് ഇത് നമ്മൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവും, ഈ കൂടുതലായിട്ട് അസുഖങ്ങളൊക്കെ കൂടുതലായിട്ടും ബ്രീത്തിങ് പ്രോബ്ലം ആയിട്ടൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാരെ പറഞ്ഞ് ബോധവാന്മാരാക്കണം. വെരി ഗുഡ് ആര്യ, നന്നായിട്ടുണ്ട്. ഞാൻ പറയട്ടെ. താങ്ക് യു മാം. ടോപ്പിക്ക് രണ്ടുപേർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, യെസ് പറയട്ടെ. പറയാം. ജൂലൈ 28 വേൾഡ് നാച്ചുറൽ കൺസർവേഷൻ ഡേ ആണ്. അന്ന് ഞാൻ കുറച്ച് സ്ലോഗൻസ് ക്ലാസ്സിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങള് അത് വായിക്കട്ടെ മാം. എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്ലോഗൻസ്. പ്രൊട്ടക്ട് നേച്ചർ, സെക്യൂർ അവർ ഫ്യൂച്ചർ, കൺസർവ് ടുഡേ, സ്ട്രൈവ് ടുമോറോ, preserve biodiversity, sustain life's diversity, save a species, save our world, nature's guardians until for a greener tomorrow, small steps, big impact, conserve nature, sustainability is the key to nature's harmony, act now, preserve nature, wow, earth keepers embrace conservation, nature's gifts our duty to conserve, be green, be seen, nature's heroes we shall be. നമുക്ക് നാളത്തെ നാച്ചുറലിന്റെ ഹീറോസ് ആവാൻ സാധിക്കും. നാച്ചുറിന് ഉള്ള കാര്യത്തിനെ നമ്മൾ കൺസേർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നശിപ്പിക്കാതെ കൺസേർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളത്തെ തലമുറക്ക് വേണ്ടി അത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോഴുള്ള ഹരിത കർമ്മ സേനകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളില്ലേ മാം, പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുപോകുന്നത്. 50 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മുടെ വീടുകളിൽ വന്നിട്ട് പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അത് നമ്മൾ വീടുകളിൽ തന്നെ കത്തിച്ചു കഴിഞ്ഞാൽ എയർ പൊല്യൂട്ടഡ് ആവുന്നത് കൊണ്ടാണ് അവരത് എടുത്തു കൊണ്ടുപോയി അതിനെ റീസൈക്കിൾ ചെയ്ത് വേറൊരു കാര്യങ്ങളാക്കി മാറ്റുന്നത്. നമുക്കിപ്പോൾ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. പ്ലാസ്റ്റിക് മാത്രമല്ല, ബാഗ്സും പിന്നെ കുപ്പിച്ചില്ലുകൾ പോലെയുള്ള കാര്യങ്ങളും എല്ലാം അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്ത ടോപ്പിക് പറയട്ടെ ടീച്ചർ. യെസ്, ബെനഫിറ്റ് ഓഫ് യോഗ. ബെനഫിറ്റ്സ് ഓഫ് യോഗ. യോഗയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? യോഗ എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. യെസ്, ആരാണ് വില്ലിംഗ് എന്ന് വെച്ചാൽ പറയാം. ബെനഫിറ്റ്സ് ഓഫ് യോഗ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി കേട്ടോ. ഇത് രണ്ടുപേരും പറഞ്ഞില്ലേ അതേപോലെ ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. ബെനിഫിറ്റ്സ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ്. എല്ലാവരും ടെൻഷനാണ്. ഓരോരുത്തർക്കും മാനസികമായും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് യോഗ ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. യോഗ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള നമ്മുടെ സമ്മർദ്ദങ്ങളും ടെൻഷനും എല്ലാ കാര്യങ്ങളും സ്ട്രെസ്സും ഒക്കെ മാറി കിട്ടുന്ന ഒന്നാണ്. ഇത് നമുക്ക് ഈ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ അസുഖം തന്നെ നമ്മുടെ ഡെയിലി നമ്മുടെ റൊട്ടീൻസ് തന്നെ ഒരുപാട് ചെയ്യുന്ന ഒരു കാര്യമാണ് യോഗ എന്ന് പറയുന്നത്. യോഗ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മെയിനായിട്ട് തന്നെ നമ്മുടെ രോഗങ്ങൾ മാറുമ്പോൾ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ മാറും, ടെൻഷൻ മാറും. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, പിന്നെ ഒരു മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ ഫ്രീ ആവും, നമ്മൾ ഹാപ്പി ആവും തന്നെ നമ്മുടെ അസുഖങ്ങൾ മാറും, നമ്മുടെ ടെൻഷൻ മാറും. പിന്നെ നമുക്ക് എന്താ പറയാനുള്ള പിന്നീട് നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒന്നാണ് മെഡിറ്റേഷൻ ആൻഡ് യോഗ എന്ന് പറയുന്നത്. താങ്ക് യു മാം. ഹലോ മാം, ഞാൻ പറയട്ടെ. യോഗ എന്ന് വെച്ചാല് നമുക്ക് നല്ല ഇത് വേണം. മെഡിറ്റേഷന് ആയിട്ട് ടെൻഷനുള്ളവർക്ക് ടെൻഷൻ മാറാനും, അതേപോലെ മാനസിക ശാരീരികമായിട്ട് പ്രയാസങ്ങളുള്ളവർക്ക് അത് ഉൾക്കൊള്ളാനും പറ്റുന്ന യോഗ. യോഗ ചെയ്താൽ നമുക്ക് ഇങ്ങനെ പല പ്രശ്നങ്ങളും മാറി കിട്ടും. ഒന്നാമത്തെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖം, തലകറക്കം, അതേപോലെ നമുക്ക് പിന്നീടായിട്ടുള്ള പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ ഒക്കെ മാറിക്കിട്ടും നമുക്ക്. അതില് മെഡിറ്റേഷൻ ഉണ്ട്, പിന്നെ യോഗയുടെ ക്ലാസ്സുകളുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയ ക്ലാസ്സുകളുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും മരുന്ന് തന്നെ വേണ്ടാന്ന് വെക്കാം നമുക്ക്.
ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക്. രണ്ടുപേര് പറഞ്ഞല്ലോ യോഗനെ പറ്റി, രണ്ടുപേര് പറഞ്ഞല്ലോ. പറഞ്ഞു മാം, രണ്ടുപേര് പറഞ്ഞു. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ആര് പറയാം? ഞാൻ പറയാം മാം. സംഗീത, സംഗീതയാണോ? അല്ല, സുറുമിയാണ്. സുറുമി പറയാം. നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയയെ പറ്റിയാണ്. സോഷ്യൽ മീഡിയ ഇന്ന് നമ്മുടെ ലോകത്ത് നമുക്ക് ഓരോരുത്തർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ വിവരങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ വന്ന് കിട്ടുമ്പോൾ അതിനെ ദുരുപയോഗം ചെയ്യുന്നവരും ഏറെ കൂടുതലുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഇത് ഏറ്റവും ബാധിക്കുന്നത് പുതിയ തലമുറയാണ്, നമ്മുടെ കുട്ടികളെയാണ്. കുട്ടികളെല്ലാവരും ഒരു വിരൽത്തുമ്പിനകത്ത്, ഒരു വിരൽത്തുമ്പിലേക്ക് അവരുടെ കഴിവും ചിന്തയും കാര്യക്ഷമതയും എല്ലാം ഒതുക്കി വെക്കുകയാണ്. ഇപ്പൊ പണ്ടൊക്കെ ഒരു കുട്ടി പറമ്പിൽ ഇറങ്ങി കളിക്കോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ ഫിസിക്കലി അവർ ഒരുപാട് ഇമ്പ്രൂവ് ആകുന്നുണ്ടായിരുന്നു. പിന്നെ അവർ അധികമായിട്ടും മെന്റലി കൂട്ടുകാരുടെ കൂടെ കൂടി വഴക്കിടുകയും അതിനെ ഒരു തമാശ രൂപേണ മാറ്റി അങ്ങനെ ഇടപഴകുകയും ചെയ്യുമ്പോൾ അവരുടെ ഒരു മനസ്സിനെ വളരെയധികം അത് ബാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാം ഒരു ഫോണിനകത്ത് പരസ്പരം കണ്ടിട്ടില്ലാത്തവരോടുമായിട്ട് സംസാരിക്കുകയും അവർ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ നല്ല വശം മാത്രമേ എല്ലാവരും തുറന്നു പറയുകയുള്ളൂ. ഒരാളുടെ ചീത്തവശം ആരും തുറന്നു പറയാനോ അത് തിരുത്താനോ ആർക്കും നേരമില്ല, ആരും അതിന് മെനക്കെടുകയുമില്ല. പക്ഷെ നമ്മൾ അടുത്തിടപഴകുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ചീത്തവശങ്ങൾ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലാക്കാനും തിരുത്തി നമുക്ക് കാണിച്ചു തരാനും നമ്മൾ തിരുത്തുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ന് അധ്യാപകരോട് കുട്ടികൾ തട്ടിക്കയറുന്നത്, അധ്യാപകരെ ബഹുമാനിക്കാൻ പെട്ടെന്ന് ദേഷ്യം വരുന്നത്. ഇതൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ അവർക്ക് കൂട്ടുകാരില്ല. കാരണം ഇന്നത്തെ കൂട്ടുകാര് അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടുകാരാണ്. നമ്മളിപ്പോ എന്ത് കാര്യം ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ എല്ലാവരും വേഗം പോയി നോക്കുന്നത് കമന്റുകളെ നോക്കുന്നത്. അപ്പൊ കമന്റുകൾ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കമന്റുകൾ ആളുകൾ സ്വീകരിക്കും, ഇഷ്ടമില്ലാത്തതിനെ തട്ടിക്കളയാണ്. ആരും ഒന്നിനെ ഉൾക്കൊള്ളാൻ ആരും ശ്രമിക്കുന്നില്ല. അത് സോഷ്യൽ മീഡിയയുടെ വളരെ ഒരു ഇമ്പാക്റ്റ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. നെക്സ്റ്റ് ആരാണ് സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയാൻ? ആരാണ് വിളിക്കുക? ഞാൻ പറയാം മാഡം. ബഹുമാനപ്പെട്ട ടീച്ചർ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ തലമുറയിൽ പ്രധാനപ്പെട്ട സ്ഥാനമെടുത്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയെ കുറിച്ചാണ്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ടിക്ടോക്ക്, വാട്സപ്പ് അങ്ങനെ പലവിധമായ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയുടെ ലഭ്യമാണ്. അതിനാൽ പുതിയ തലമുറയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ പോലും സോഷ്യൽ മീഡിയയിലൂടെ ആണ് നല്ലതും പൊട്ടയും തിരിച്ചറിയാൻ അവരുടെ കണ്ണുകൾക്ക് ഇന്ന് എന്താണ് തെറ്റ് അല്ലെങ്കിൽ എന്താണ് ശരി എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുതിർന്നവരായാലും ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് എത്രയോ സമയങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ലത് അറിയുന്നുണ്ട് എങ്കിലും അതിലൂടെ എത്ര സമയം പോകുന്നു എന്ന് മനസ്സിലാക്കുന്നില്ല. ചിലവര് ഇതുപോലെ വാട്സപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ സമയം ഏറെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ അതിനെ കൊണ്ടൊരു നന്മ എന്ന് പറയുന്നത് കുറെ പുതിയ വിവരങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്നു എന്നതിലുപരി അതിലൊരു നഷ്ടം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തെ കുറിച്ച് ആരും അറിയുന്നില്ല. അതാണ് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാ ഓൺലൈൻ ക്ലാസ്സുകളായാലും പഠനത്തിന്റെ വീഡിയോകളായാലും എല്ലാം കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഉപകാരമാണ്. എങ്കിലും ചില സമയങ്ങളിൽ അതിലൂടെ എന്താ പറയുക മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായ കുറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇന്നുണ്ട്. അതിനാൽ നമ്മളായാലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ അതിലുള്ള അപകടങ്ങളും അതിലുള്ള നല്ലതും തിരിച്ചറിഞ്ഞ് എടുക്കണമെന്ന് ആണ് എനിക്ക് സോഷ്യൽ മീഡിയയോട് ഇതേക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മളിത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ നമുക്ക് നല്ലതാണ്. എങ്കിലും അതിന്റെ നല്ല വശവും പൊട്ടവശവും ചിന്തിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ആയാലും അതിലൂടെ കിട്ടുന്ന നല്ലത് കാണിക്കാനും അതായത് ഇന്ന് കുട്ടികളെല്ലാവരും കണ്ണട വെക്കുകയാണ്. കാരണം സോഷ്യൽ മീഡിയ രാവിലെ എഴുന്നേറ്റ ഫോൺ, ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോൺ, അങ്ങനെ അതായത് TV ആയാലും കുഞ്ഞുങ്ങൾ കുറെ നേരമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട്
സമയപരിധിയോടെ ഉദ്ദേശബോധത്തോടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. Yes, very good. Next topic, women's. വുമണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. കാരണം എന്താണ്, നിങ്ങൾ വുമണാണ് അല്ലെ, പറയാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ട് ആൾക്കാർ നിങ്ങൾ തന്നെയാണ് അല്ലെ, നമ്മൾ തന്നെയാണ്. പറഞ്ഞോളൂ. ആരാണ്? വുമൻസിനെ പറ്റി ഒന്നുമില്ലേ വുമൻസ് നിങ്ങൾക്ക് പറയാൻ? ആരാണ് ഒരു സ്ത്രീ? എന്താണ് ഒരു സ്ത്രീയുടെ ഡ്യൂട്ടി? എന്താണ് സ്ത്രീ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ? എന്താണ് ഈ സമൂഹത്തിൽ സ്ത്രീയുടെ ഇമ്പോർട്ടൻസ്? മിക്സ് ചെയ്തൊരു വുമൻസിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സംസാരിക്കും. ഞാൻ പറയട്ടെ. സൗമ്യ പറഞ്ഞില്ലേ? പറഞ്ഞാൽ പറയണ്ട. ഞാൻ പറയട്ടെ. ആരാണ്? പേര് പറയാം. ഐശ്വര്യ ശ്രീ. ഓക്കെ. ഐശ്വര്യ ശ്രീ. മിസ് ചോദിച്ചത് ഏറ്റവും വലിയൊരു ചോദ്യം തന്നെയാണ്, എന്താണ് സ്ത്രീ എന്നുള്ളത്. സ്ത്രീകൾ എന്ന് പറയുന്നത് എപ്പോഴും ക്ഷമയുടെ ഒരു അവതാരം തന്നെയാണെന്ന് പറയാം. നമ്മൾ എന്ത് തന്നെയായാലും, വീട്ടിലെ ഒരു പ്രശ്നമായാലും, അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്നായാലും വീട്ടുകാരുടെ ഭാഗത്തുനിന്നായാലും എന്ത് തന്നെയായാലും ക്ഷമയോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുവാനും അതുപോലെ പ്രവർത്തിക്കാനും കഴിയുന്നതാണ് സ്ത്രീ എന്നൊരു വ്യക്തി. ഉദാഹരണം തന്നെ, നമ്മളിപ്പോ എല്ലാവരും ഫാമിലിയായി ഇരിക്കുന്നവരാണ്. നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ വരാറുണ്ട്, ഇഷ്യൂസ് വരാറുണ്ട്. അതുപോലെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോണ വീട്ടിൽ ഇഷ്യൂസ് വരാറുണ്ട്. പക്ഷെ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത് മാക്സിമം എത്രത്തോളം ക്ഷമിക്കാം, ഭൂമിയോളം ക്ഷമ എന്നാണ് പറയാ. സ്ത്രീയുടെ കാര്യം പറയുന്ന സമയത്ത് എന്റെ മുത്തച്ഛനൊക്കെ എന്നും പറയാറുണ്ട്, ഭൂമിയോളം ക്ഷമയുള്ള ഒരു വ്യക്തിയാണ് സ്ത്രീ എന്നുള്ളത്. അതുപോലെ തന്നെ പണ്ടത്തെ ആൾക്കാർ പറയും, സ്ത്രീകൾ നടക്കുന്നതോ ഇല്ലെങ്കിൽ അവരെ ഒരു ഫ്രീഡം കൊടുക്കാതെ ആയിരുന്നു മുന്നേ ഒരു വുമനെ മുന്നുള്ള ആൾക്കാരെല്ലാവരും ഒരു ഫ്രീഡും ഇല്ല, അവര് വീട്ടിൽ അടങ്ങിക്കൂടേണ്ട ആൾക്കാരാണ്, ഇല്ലെങ്കിൽ അവർ അങ്ങനെ ജീവിക്കുന്നതാണ്, കല്യാണം കഴിഞ്ഞ് പോയി അങ്ങനെ ആവണം, അങ്ങനെയൊക്കെ ചിന്തിച്ചു വരുന്ന ആൾക്കാരായിരുന്നു മുന്നുള്ള ആൾക്കാര്. പക്ഷെ ഇന്ന് അതേ സമൂഹത്തിലേക്ക് സ്ത്രീകളാണ് ഇപ്പൊ മുന്നോട്ട് വരുന്നത്. എല്ലാ കാര്യത്തിനും സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ പല രീതിയിലും പൊട്ടായി പോകുന്ന ആൾക്കാരും ഉണ്ട് സ്ത്രീകള്. പക്ഷെ അത് മുന്നോട്ട് വരുമ്പോ അത് നല്ലൊരു രീതിക്കാണ് സ്ത്രീകൾ ഇന്ന് മുന്നോട്ട് വരുന്നത്. പല കാര്യങ്ങളും ചെയ്യണ ഇപ്പൊ ഏറ്റവും മുന്നിൽ സ്ത്രീകളാണ്. നമ്മൾ പല കോമഡി വീഡിയോസും കാണാറുണ്ട്, സ്ത്രീയെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പുരുഷന്മാരല്ലേ എല്ലാം ചെയ്യണത് എന്നുള്ളത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഒരു സ്ത്രീയോളം ചെയ്യണത് ഒരിക്കലും പുരുഷന്മാരെ കുറ്റമായിട്ട് ഞാൻ പറയല്ല, ഒരു സ്ത്രീയോളം ചെയ്യണ ഒരിക്കലും ഒരു പുരുഷന് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് നമുക്കൊരു വയ്യായ്മ വന്നാൽ തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും താളം തെറ്റി പോണ കാര്യങ്ങളുണ്ട്. എല്ലാ വീട്ടിലും ഉണ്ടാവില്ല, ഒരുപക്ഷെ പല വീടുകളിലും അങ്ങനെയുണ്ട്. നമുക്കൊരു വയ്യായ്മ വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു വീട്ടിലെ ഒരു കുടുംബിനി എണീച്ചില്ലെങ്കിൽ ആ വീട് തകിടം മറിഞ്ഞു. അതുപോലെ തന്നെ അമ്മയിലൂടെയാണ് ഇപ്പൊ പല പെൺകുട്ടികളായാലും എന്ത് കഴിഞ്ഞാലും അമ്മയിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നതും കണ്ടുവരുന്നതെല്ലാം. ആ അമ്മ പഠിപ്പിച്ച പോലെ തന്നെ ആയിരിക്കും നമ്മൾ പിന്നീട് മുന്നോട്ട് വരികയും ചെയ്യുക ഒരു പെൺകുട്ടി എന്ന രീതിയിൽ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇപ്പൊ നിലവിൽ നോക്കുമ്പോൾ സ്ത്രീകളെല്ലാവരും മുന്നോട്ട് വരാം, പല മേഖലകളിലും സ്ത്രീകൾ വരാൻ തുടങ്ങി, കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ സ്ത്രീക്ക് എന്നും സമൂഹത്തിൽ ഒരു വിലയുണ്ട്. ഒരിക്കലും ആ വില മാഞ്ഞു പോവില്ല. ഒരിക്കലും പുരുഷനിങ്ങോട്ട് താഴെയാണ് സ്ത്രീ എന്നുള്ള നിലവിൽ ഒരാളും വിചാരിക്കരുത്. എല്ലാത്തിനും മുന്നോട്ട് പോവുക, കാര്യങ്ങളെല്ലാം ചെയ്തു പോവുക, താത്തിക്കെട്ടരുത്, ഒപ്പത്തിനൊപ്പം നിൽക്കാം, അതുപോലെ തന്നെ ക്ഷമയോടുകൂടി നിൽക്കാം, നന്നായി ജീവിച്ചു പോവാം. പൊട്ടയായി ജീവിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് പല ആൾക്കാരും പല രീതിയിൽ പോണത്. അങ്ങനെയൊന്നും പോവാതെ സ്ത്രീ എന്നൊരു വ്യക്തിക്ക് ഒരു വ്യക്തിത്വം ഉണ്ട്. അത് എനിക്ക് പറയാനുള്ളൂ. വെരി ഗുഡ്, നൈസ്. നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ പേര് പറയാം ഇന്ത്യയിലെ? മദർ തെരേസ, ഇന്ദിരാഗാന്ധി. ഓക്കെ, ഒരാൾക്ക് കൂടി അവസരമുണ്ട് വുമൻസ് പറയാൻ. ആരാണ്? പറയാത്തവര് പറയണേ. എല്ലാവരും മുന്നോട്ട് വരണം കേട്ടോ, എല്ലാവരും പറയണം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. ഞാൻ പറയാം മാം. ഉമൈറ സമദ്.
മാം നമ്മൾ പിന്നെ ഭൂമിയിൽ ഏറ്റവും അധികം നമ്മളെ ആദരിക്കണതും ഇതാക്കണതും ഏറ്റവും ഇതായിട്ടുള്ളത് സ്ത്രീകളാണ്. ഒരു ജീവിതം തുടങ്ങണമെങ്കിൽ തന്നെ നമ്മുടെ ഒരു നമ്മളുടെ അത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ തന്നെയാണ് ആ കുടുംബം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ ഒരു തലമുറകൾ നീണ്ടു നിന്ന് ഇപ്പൊ പറയും ആ തലമുറ നീണ്ടു നിൽക്കണമെങ്കിൽ സ്ത്രീകൾ തന്നെ ഉണ്ടെങ്കിലാണ് നമുക്ക് തലമുറകൾ മുന്നോട്ട് നിന്നിട്ട് ഇതാവാൻ പറ്റുള്ളൂ. പിന്നെ ഇന്ന് നമുക്ക് സ്ത്രീകൾക്കായിട്ട് നമുക്ക് കുറെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അസമത്വങ്ങളൊക്കെ അടിച്ചമർത്താനൊക്കെ വേണ്ടിയിട്ട് ഇന്ന് അതിനെതിരെ പോരാടുന്നുണ്ട്. സമൂഹത്തിൽ അതിന് തുല്യത കൈവരിക്കാനുള്ള സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്. അക്രമങ്ങളൊക്കെ ഇല്ലാതാക്കാനും പിന്നെ മുമ്പ് പറഞ്ഞാല് സ്ത്രീകൾ മുന്നോട്ട് വരാൻ ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് എന്തും മുന്നിടാനും അതിനെ കുറിച്ച് സംസാരിക്കാനും ഏത് വേദികളിലായാലും സ്ത്രീകളാണ് ഇന്ന് മുന്നിൽ ഏറ്റവും നിൽക്കുന്നത്. അപ്പൊ ഇന്ന് മറ്റുള്ള സ്ത്രീകൾക്ക് പോലും ഒരു പഴയ തലമുറകളിൽ നിന്നും അവർക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സ്ത്രീകൾ മുന്നോട്ട് വന്നത് കൊണ്ട് മറ്റുള്ള സ്ത്രീകളെ കണ്ടിട്ട് നമ്മളായിട്ടും മുന്നോട്ട് ഏതായാലും ഇതിനൊരു ഇത് വരുന്നുണ്ട്. പിന്നെ ശബ്ദം അതിനനുസരിച്ചിട്ട് ശബ്ദം ഉയർത്തുമ്പോൾ മറ്റുള്ള സ്ത്രീകൾക്ക് അതൊരു പ്രചോദനമായിട്ട് എന്തും ഒരു പെൺകുട്ടിനെ ട്രെയിനിൽ വെച്ചിട്ട് ഇപ്പൊ കൊന്നു അവരിതൊക്കെ പറഞ്ഞ അതിനെതിരെ ഇപ്പൊ എത്ര സ്ത്രീകൾ അവരുടെ ഒപ്പം പോരാടിയിട്ട് നിന്നിട്ടാണ് ആ ആളെ ഇതാക്കിയതും. അങ്ങനെ അതിനായിട്ട് നമുക്കൊരു ദിവസം വനിതകൾക്കായിട്ട് ഒരു വിമൻസ് ഡേ പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ദിവസം പോലും നമുക്കായിട്ട് ഇന്ന് നിലനിന്ന് ഇതായി വരുന്നുണ്ട്. അപ്പൊ നല്ല ആചരിച്ചു വരുന്നുണ്ട്. അറിയാമോ മൈറ? എന്താണ് വുമൻസ് ഡേ എന്നാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഡേറ്റ് അറിയാമോ? മാർച്ച് 8-ാം തീയതി അല്ലേ? വെരി ഗുഡ്. യെസ്. അപ്പൊ ഞാൻ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളിപ്പോ വുമൻസിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളിപ്പോ കോഴ്സിന് ജോയിൻ ചെയ്തിരിക്കുന്നു. ഏത് കോഴ്സിനാണ് നിങ്ങൾ ജോയിൻ ചെയ്തതെന്ന് എനിക്കറിയാം. അപ്പൊ അതിലൊരു സ്ത്രീ കഥാപാത്രമുണ്ട് അല്ലെ? കഥാപാത്രമല്ല, മദർ ഓഫ് മോണ്ടിസോറി എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ആരെയാണ്? അല്ലെ? ആ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ മാമിന്റെ ഒരു ടോപ്പിക് അല്ലെങ്കിൽ അത് ആ ഒരു വീക്ഷണം എന്ന് പറയുന്നത് എന്താണ്? നമ്മള് സാധാരണ സ്കൂൾ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ടീച്ചിങ്ങിൽ നിന്നും വ്യത്യസ്തമായ ഒരു ടീച്ചിങ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത് അല്ലെ? ഒരിക്കലും സ്കൂൾ എന്ന് വിളിക്കില്ല എന്നാണ് നമ്മൾ ജിഷൻസ് പറഞ്ഞിട്ടുണ്ടാവും നമ്മളോട്. മാഡം മോണ്ടിസോറി സ്കൂൾ എന്ന് പറയാറില്ല. എന്താണ് പറയുന്നത് സ്കൂളിന്റെ പകരം? അറിയാമോ? ചിൽഡ്രൻസ് ഹൗസോ അങ്ങനെ എന്താണ് പറയുന്നത്? കഴിഞ്ഞ ദിവസം ടീച്ചറിന്റെ സ്പീച്ചിൽ ഞാൻ കേട്ടതാണ് കേട്ടോ. ഓക്കെ. അപ്പോ നമുക്ക് അഭിമാനമാണ് അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടായത് കൊണ്ടാണ് നമ്മൾക്ക് ഇന്നലെ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് സാധ്യമായത് അല്ലെ? ഓക്കെ. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മളെ മാഡം മോണ്ടിസോറിയും കൂടി നമ്മൾ ഓർക്കാണ്. ഓക്കെ. അപ്പോ രണ്ട് ടോപ്പിക്സ് രണ്ടുപേര് പറഞ്ഞില്ലേ വുമൻസിനെ പറ്റി? ഐശ്വര്യ പറഞ്ഞു, ഉമൈറ പറഞ്ഞു. ഐശ്വര്യാണോ പറഞ്ഞത്? വെരി ഗുഡ്. നെക്സ്റ്റ് ടോപ്പിക് ട്രാവൽ, യാത്രകൾ. യെസ്, ഷമീന വിശാൽ. വെരി ഗുഡ്. ഹൗസ് ഓഫ് ചിൽഡ്രൻ. നമ്മൾ സ്കൂളിൽ നിന്നല്ല പറഞ്ഞതിനോട് ഹൗസ് ഓഫ് ചിൽഡ്രൻ എന്നാ പറഞ്ഞത് അല്ലെ? ഓക്കെ. യെസ്. ട്രാവൽ, യാത്രകളെ കുറിച്ചിട്ട് ആരാ സംസാരിക്കുന്നത്? ആരുമില്ല? ഞാൻ പറയാം. സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. പക്ഷെ ഏതായാലും ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഒരു യാത്ര പോകാൻ ആഗ്രഹിച്ചവരുണ്ടാവും, ഒരുപാട് വർഷമായിട്ട് കാത്തിരുന്നവരുണ്ടാവും, പക്ഷെ ട്രിപ്പ് പോകുന്നവരുണ്ടാവും. പക്ഷെ ഒരുപാട് കാലം കാത്തിരുന്നിട്ട് ഇതുവരെ ഒരു യാത്ര പോകാൻ പറ്റാത്തവരുണ്ടാവും ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ അല്ലെ? ഉണ്ടാവുമായിരിക്കും. ഇഷ്ടമുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സ്ഥലം കാണണമെന്നൊക്കെ വിചാരിച്ചിട്ട് പോകാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവര് അല്ലെ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവുന്ന വിചാരിക്കുന്നു. ഉണ്ടോ അങ്ങനെയുള്ളവര്? ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടോ?
പ്ലീസ്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല പിള്ളേരെ? ഉണ്ട്. ലിനി പറഞ്ഞോട്ടോ. ലിനി പറയൂ. യെസ്, ട്രാവലിംഗ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ്. ഏത് പ്രായക്കാർക്കായാലും ട്രാവലിംഗ് ഇപ്പൊ എത്ര വേദനകളും വയ്യായ്കളും ഉണ്ടെങ്കിലും ഏത് ഏജുകാർക്കായാലും ട്രാവലിംഗ് ഇപ്പൊ നമ്മൾ പുറത്ത് പോവാന്ന് പറഞ്ഞാൽ അപ്പൊ അവര് റെഡിയാവും. അതുപോലെ തന്നെ കാണാനും എല്ലാ കാര്യങ്ങളും കാണാനും ഇതിനും അതായത് നമുക്കിഷ്ടമാണ് എല്ലാത്തിനും. പിന്നെ നമ്മൾ ട്രാവലിങ്ങിന് പോവാന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്, ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ എല്ലാരും കൂടി എൻജോയ് ചെയ്ത് പോകുന്നു. ഞാനൊരു പോയിന്റ് ഇട്ടുതരാം, പറയാൻ പറ്റുമെങ്കിൽ പറയാം കേട്ടോ. യാത്രകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ട്. നീ പറഞ്ഞു. ഇപ്പൊ നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കത് മാറ്റാൻ വേണ്ടി നമുക്ക് ഒരു ട്രാവലിംഗ് ജസ്റ്റ് ഒരു ഔട്ടിങ്, നമുക്കൊരു കടല് കാണാൻ പോവാന് നമുക്കൊരു ആ ഒരു ഇതിൽ നിന്ന് ഒരു മാറാൻ ഏറ്റവും വലിയൊരു ഇതാണ്, ഒരു മരുന്ന് തന്നെ പറയാം. നമുക്കൊരു ഔട്ടിങ്, ഒരു ട്രിപ്പ് പോവാ, അതൊക്കെ. അപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ കടൽ തീരത്ത് താമസിച്ചിട്ടും കടല് കാണാത്ത കുറെ പേരുണ്ടാവും അല്ലെ? അതെ തൊട്ടടുത്ത് കടലുണ്ടെങ്കിലും കടൽ കാണാത്തവരുണ്ടാവും, പുഴ കാണാത്തവരുണ്ടാവും, പാടം കാണാത്തവരുണ്ടാവും. ഓക്കെ, പറഞ്ഞോളൂ. അങ്ങനെ. പിന്നെ എനിക്ക് പുറത്തുള്ള രാജ്യങ്ങൾ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഇപ്പൊ ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പൊ ജസ്റ്റ് നാട്ടിലേക്ക് മാത്രമാണ് ട്രാവലിംഗ് ഉണ്ടായിരുന്നത്. പിന്നെ ജസ്റ്റ് തമിഴ്നാടും വേളാങ്കണ്ണി അവിടെ ഇവിടേക്കൊക്കെ പോയിട്ടുള്ളൂ. അപ്പൊ നമുക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളും ഹസ്ബൻഡിനോട് പറയും കുറെ കുട്ടികളുടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും ട്രാവലിംഗ് ഒക്കെ പോകണം, എൻജോയ് ചെയ്യണം. അപ്പോ പ്രായം നമുക്ക് എത്ര ഇതായാലും നമ്മുടെ എൻജോയ്മെന്റിന് നമ്മളത് നോ പറയരുത്. അപ്പോ നമുക്ക് എൻജോയ് ചെയ്യാം. അങ്ങനെ അത്രേ ഉള്ളൂ. അടുത്ത ആള് പറയൂ. ഓക്കെ ലിനി, താങ്ക് യു. മാം ഞാൻ പറയാം. യാത്രകൾ നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് യാത്രകൾ ഇടയ്ക്കെങ്കിലും പോകുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ഫാമിലിയെ നമുക്ക് ഒരുമിച്ച് കിട്ടുകയും പരസ്പരം സന്തോഷങ്ങൾ പങ്കുവെക്കാനും എല്ലാം യാത്രയിലൂടെ സാധിക്കും. നമ്മൾ ഒരു വീട്ടിൽ ഒരുമിച്ച് ഉണ്ടെങ്കിലും പലരും പല വഴിക്കായിട്ട് രാവിലെ ഇറങ്ങിപ്പോവുകയും വൈകുന്നേരങ്ങളിൽ എത്തുകയും അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് ഓരോ ദിവസവും തിരക്ക് പിടിച്ച് നീങ്ങി പോവുകയാണ്. അപ്പോൾ യാത്രകൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്രകൃതികളെ ആസ്വദിക്കാനും പരസ്പരം തമാശകളും കളിചിരിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അതിലൂടെയെല്ലാം നമ്മുടെ സ്നേഹബന്ധങ്ങൾ വർദ്ധിക്കുകയും ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ കുഞ്ഞു കുട്ടികൾക്കായാലും പ്രകൃതിയെക്കുറിച്ച് അറിയാനുള്ള ഒരു അവസരം കൂടി ആകുന്നുണ്ട് യാത്രകൾ ചെയ്യുമ്പോൾ. ഇന്നത്തെ കുട്ടികൾക്ക് പുഴയെക്കുറിച്ചോ പ്രകൃതിയെ കുറിച്ചോ നമ്മുടെ പരിസരത്തെക്കുറിച്ചോ ഒന്നും ഒരു ബോധവും ഇല്ലാതെയാണ് ഇന്നത്തെ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അവിടത്തെ കുറിച്ച് ഒരു അറിവ് ലഭിക്കാനും കാരണമാകുന്നുണ്ട്. അപ്പൊ എത്ര ടോപ്പിക്കുകളിലൂടെ കടന്നുപോയെന്ന് ആലോചിച്ചു. 5 ടോപ്പിക്സ് കഴിഞ്ഞു. ഓക്കെ, യെസ്. നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് റീഡിങ്? വായനയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അറിയാലോ നിങ്ങൾക്ക്? പറയാത്തവർ പറയട്ടെ. വായിക്കുന്നത് കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണോ? വേണ്ട, അവിടെ ഇരുന്നോ. മാം ഞാൻ പറയട്ടെ. നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്നത് വായനയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെലവ് കുറഞ്ഞതും ഒരു ലൈഫ് ലോങ് നിത്യഫലം നൽകുന്നതായിട്ടുള്ള ഒരു നല്ലൊരു അറിവാണ് വായന എന്ന് പറയുന്നത്.
വായനയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുഞ്ഞു കുട്ടികളായിക്കോട്ടെ, ഒരുപാട് മുതിർന്നവരായിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ വായനയിലൂടെ നമുക്ക് അറിവ് ലഭിക്കുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഒരിക്കലും നഷ്ടമാവുന്നില്ലല്ലോ. സമ്പത്തായിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ നമുക്ക് നഷ്ടമാവും പല സമയത്തും, പല കാരണങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ വായിച്ചറിഞ്ഞ അറിവുകളും കേട്ട അറിവുകളും ഒക്കെ ഒരിക്കലും നമുക്ക് നഷ്ടമാവുന്നില്ല. ഒരുപാട് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ കുറേയൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടി വായനയിലേക്ക് മുഴുകണമെന്ന് പറയാനുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലെ കൂടുതൽ ഇടപെടലുകൾ മൂലമായിരിക്കും വായന വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ ചിന്തകളും അതുപോലെ തന്നെ പല കാര്യങ്ങളോടുള്ള അവരുടെ വീക്ഷണങ്ങളൊക്കെ നമുക്ക് വായനയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ അതുപോലെ വാക്കുകളുടെ നമുക്ക് സംസാരിക്കുമ്പോഴായിക്കോട്ടെ, അതുപോലെ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്നതായിക്കോട്ടെ, നമുക്ക് പുറത്തു പോയിട്ട് ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട് വായനയിലൂടെ. അതുപോലെ നമ്മൾ പറയാറുണ്ടല്ലോ എപ്പോഴും വായിച്ചു വളരണം അല്ലേ? വായിക്കാതെ വളർന്നാൽ വളയും, വായിച്ചു വളർന്നാൽ വിളയുന്നാ പറയാറ്. അപ്പോ നല്ല ഒരു ചെറിയ വായന അറിയാമെന്ന് ചോദിച്ചതാ. ഓക്കെ. അതുപോലെ പിന്നെന്താ പറയാ, ഇപ്പോ പിന്നെന്താ പറയാ, ഞാൻ പെട്ടെന്ന് കിട്ടുന്നില്ല. കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞോ? ആ ഓക്കെ. നെക്സ്റ്റ് അടുത്ത ആരാണ് പറയുന്നത്? ബെനിഫിറ്റ്സ് ഓഫ് റീഡിംഗ്, വായനയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മാം ഞാൻ പറയാം. വായന എന്ന് പറയുന്നത് ഭയങ്കര പ്രാധാന്യം നൽകുന്ന അറിവുകളുടെ ഒരു കലവറയാണ്. നമുക്ക് ഒരുപാട് ബുക്കുകളിലൂടെ പല പല അറിവുകൾ കിട്ടുന്നുണ്ട്. ആരുടെ മൈക്ക് ഓൺ ആണ് കേട്ടോ, ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട്. പറഞ്ഞോളൂ. വായന എന്ന് പറയുന്നത് നമ്മളുടെ പ്രധാന ഒരു ആവശ്യം കൂടിയാണ്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെ ഒരുപാട് അറിവുകൾ കിട്ടുന്ന പ്രധാന കേന്ദ്രമാണ് വായന. എന്നുവെച്ചാൽ പല പല ബുക്സില് നമ്മൾ വിചാരിക്കും വായിക്കണത് ഇപ്പൊ എന്താ നമുക്ക് എന്താ കിട്ടുക, പക്ഷെ ബുക്സിലൂടെ നമുക്ക് നമ്മളെ മൈൻഡിനെ തന്നെ മാറ്റാൻ പറ്റും. നമ്മളിപ്പോ ഓഫായിരിക്കുന്ന ഒരു ടൈമില് ഒരു നല്ലൊരു മോട്ടിവേഷൻ പോലത്തെ ഒരു ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് പ്രസന്റ് ആവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് വായനക്ക്. പിന്നെ ഒരുപാട് ആൾക്കാരുടെ ആത്മകഥകളും പിന്നെ അവരുടെ അനുഭവങ്ങളും പിന്നെ രസകരമായ നോവലുകളും ഇതൊക്കെ നമ്മളെ ഒരുപാട് നമ്മുടെ ചിന്തനെ തന്നെ മാറ്റുന്ന എനിക്ക് അനുഭവമുണ്ട്. കാരണം ഞാനൊരു 1 ഇയർ മുന്നേ എന്റെ ഫോണ് ഒരു 1 ഇയർ ഞാൻ സോഷ്യൽ മീഡിയ ഫോണൊന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ വായനയിലേക്ക് പോയിരുന്നു. അപ്പൊ എനിക്കെന്താ പറയാ, ഒരു ഭയങ്കര എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നിയത് വായനയിലൂടെയാണ്. കഴിഞ്ഞു. വെരി ഗുഡ്. നെക്സ്റ്റ് ടോപ്പിക്. രണ്ടുപേര് പറഞ്ഞില്ലേ? രണ്ടുപേര് പറഞ്ഞില്ലേ റീഡിങ്ങിനെ പറ്റി? യുവർ ഫേവറേറ്റ് പേഴ്സൺ. എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കും ഫേവറേറ്റ് പേഴ്സൺ അല്ലെ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച അയാളെ കുറിച്ച് 2 വാക്ക്. ആരാണത്? പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ആരാണെങ്കിലും. അതിന് പറയാം. ആരുമില്ല അങ്ങനെ? ഇല്ലെന്നാണോ? ശരി, ഇല്ലെന്നാണോ? പറഞ്ഞ ആൾക്കാർ തന്നെയാണ്. ഓക്കെ, ആര് പറയും? ആരും പറഞ്ഞില്ലെങ്കിൽ ഇത് പറഞ്ഞ ആൾക്കാർ തന്നെ ഒരു അവസരം കൂടി കൊടുക്കും കേട്ടോ. ഞാൻ പറയാം ടീച്ചറെ. എന്നറിയാം, പറയാം.
ഫേവറേറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച എൻ്റെ ടീച്ചറെയാണ്. ടീച്ചറുടെ പേര് റംല എന്നാണ്. ഞാനപ്പോ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങള് എൻ്റെ വീട്ടില് തെങ്ങ് ചെത്തലുണ്ടായിരുന്നേ. അപ്പൊ തെങ്ങ് ചെത്താനായിട്ട് ഞങ്ങളൊക്കെ ഈ ചേട്ടൻ വരുന്നത് ഞങ്ങൾ നോക്കിയിരിക്കും ഗ്ലാസും പിടിച്ചോണ്ട്. കാരണം ഈ ചേട്ടൻ കള്ള് തരാറുണ്ട്. അപ്പൊ ഞങ്ങൾ ആ ഒരു ഗ്ലാസ് കള്ള് ഞങ്ങള് 3 പേരും കൂടി കുടിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ദിവസം ഈ 4ാം ക്ലാസ് വെച്ച് ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു, കള്ള് കുടിക്കരുത്, കള്ള് കുടിക്കുന്നതൊക്കെ മഹാമോശമായ ഒരു ഇതാണ്. നമ്മള് കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് പിന്നീട് അത് ഭയങ്കര ദുരുപയോഗമായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ കുറെ ക്ലാസ് ഒക്കെ എടുത്തു. അന്ന് തുടങ്ങി ഞാൻ ഈ സംഭവം നിർത്തി. കള്ള് ചെറുതായിട്ട് ഇങ്ങനെ നല്ല ചെത്തുകള്ള്, നല്ല തണുത്ത കള്ള് കുടിക്കാൻ നല്ല രസമാണല്ലോ, ആ ഒരു അത് കുടിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് തുടങ്ങി ഇപ്പൊ ഞാൻ വൈനോ കൊക്കക്കോളയോ ഒരു സാധനം പെപ്സിയൊന്നും ഞാൻ കുടിക്കില്ല. എനിക്ക് ഭയങ്കര ഇതാണ്. അന്നത്തെ ടീച്ചറുടെ ഒരു ഇതായ കാരണം അപ്പോഴും ഇപ്പൊ ചേട്ടൻ ഇനി എന്തൊരു സ്പ്രിന്റ് ഒന്നും കുടിക്കാത്ത ഞാൻ എനിക്ക് വേണ്ട, എനിക്ക് അതൊന്നും ആവശ്യമില്ല, ഞാൻ അപ്പൊ ഒരു ഗ്ലാസ് കള്ളെടുത്ത് കുടിക്കും. അങ്ങനെ ഒരു എനിക്ക് ടീച്ചറുടെ ഭയങ്കര ബഹുമാനമാണ് അതുകൊണ്ട്. ഓക്കെ ടീച്ചർ, താങ്ക് യു. ശരി മാം ചെറിയ പുള്ളിയൊന്നല്ലട്ടാ, ചെറിയ പുള്ളിയൊന്നല്ല മൂപ്പള്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല സംഗീത പറഞ്ഞാണോ? ഇല്ലല്ലേ? ഇല്ല പറഞ്ഞില്ല. ആ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോ എന്റെ കൂട്ടുകാരി പറഞ്ഞ പോലെ തന്നെ എന്റെ സ്കൂൾ ലൈഫില് ഞാനൊരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ എനിക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സെബിയ എന്നാണ് ആ സിസ്റ്ററിന്റെ പേര്. ആ സിസ്റ്റർ എനിക്ക് കാര്യം പറഞ്ഞ എന്റെ ക്ലാസ്സില് സിസ്റ്റർ ഞങ്ങൾക്ക് മാത്സ് എടുക്കുന്ന ടീച്ചറായിരുന്നു. പക്ഷെ ആ മിസ് നമുക്ക് ഓരോ ദിവസവും ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ഓരോ മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യണം. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും ആദ്യം നമ്മൾ അച്ഛനും അമ്മേനെയും നമ്മൾ ആലോചിച്ച് വേണം ഏതൊരു പ്രവൃത്തിയും നമ്മൾ ചെയ്യാൻ. നമ്മൾ ഒരു പ്രവൃത്തിയും തെറ്റായ രീതിക്ക് നമ്മൾ ഉപയോഗിക്കരുത്. പിന്നെ ഞങ്ങൾക്ക് കൂടുതലും ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ദൈവവിശ്വാസം അങ്ങനെ കൂടുതൽ വേണമെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷെ ആ ടീച്ചർ നമുക്ക് ആ ദൈവത്തിന്റെ ആ ഒരു പ്രാധാന്യം എന്താണെന്നും നമ്മൾ ഏതൊരു കാര്യം ആരംഭിക്കുവാണെങ്കിലും നമ്മുടെ ദൈവമായ അച്ഛനും അമ്മേനും ആദ്യം നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാനെന്നും ദൈവത്തിൽ വിശ്വാസം വേണമെന്നും നമുക്ക് കൂടുതൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കുഞ്ഞുനാളില് എന്നെ കുറെ കാര്യങ്ങളിൽ ആ ടീച്ചർ എല്ലാ കുട്ടികളും ഒരേ രീതിക്കാണ് കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ടീച്ചറിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓരോ കുട്ടികൾക്കും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ടീച്ചറിന്റെ അടുത്ത് നമുക്ക് ഓപ്പൺ ആയിട്ട് പോയി പറയാമായിരുന്നു. ആ ടീച്ചർ നമുക്ക് അപ്പൊ തന്നെ അതിനുള്ള ഹെൽപ്പ് ഒക്കെ തരുമായിരുന്നു. ഇപ്പൊ ഒരു സുഖമില്ല ഒരു കൊച്ചിന്, അപ്പൊ തന്നെ അവരുടെ വീടുകളിലേക്ക് വിളിച്ചു പറഞ്ഞ് കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും നമുക്ക് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കുറെ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ട സഹായമൊക്കെ ആ ടീച്ചർ ചെയ്തു തരുമായിരുന്നു. കാര്യം ആ ടീച്ചർക്ക് പറയത്തക്ക വലിയ വരുമാനമൊന്നും ഇല്ലായിരുന്നു അന്നത്തെ കാലത്തൊന്നും. പക്ഷെ എന്നാലും ടീച്ചറിനെ കൊണ്ട് ആ രീതിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എനിക്ക് ഇപ്പോഴും ആ ടീച്ചർ എന്റെ മനസ്സിലുണ്ടെന്ന് തന്നെ പറയാം. കാര്യം ആ ടീച്ചറിനെ ഞാൻ ദൈവത്തെ പോലെയാണ് കണക്കാക്കുന്നത്. കാര്യം നമുക്ക് അത്രയ്ക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു ആ ടീച്ചർ. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരി പറഞ്ഞപ്പോൾ ഞാൻ ആ ടീച്ചറിനെയാണ് ഞാൻ ഇപ്പൊ ഓർത്തത്. ആ ടീച്ചറിനെ കുറിച്ചാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത്. അതിന്റെ ദൈവം തന്നെയാണ് ആ ടീച്ചർ. ഇത്രേ ഉള്ളൂ ടീച്ചർ. താങ്ക് യു. അപ്പൊ നമ്മള് 10 ടോപ്പിക് ആയോ? 10 ആയോ? ഇല്ല, 7 ആയിട്ടുള്ളൂ. 7 മതി, സമയമില്ലേ? ഓക്കെ, എന്തിനാണ് ഇങ്ങനെ ടോപ്പിക് തന്നത്? ഓരോ കാര്യങ്ങളെ കുറിച്ചും കുറച്ച് അവെയർ ആവാൻ, കുറച്ച് ആക്റ്റീവ് ആവാൻ, സംസാരിക്കാൻ പഠിക്കാൻ. നിങ്ങളുടെ ആ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നല്ല, നമുക്കിപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമുക്ക് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ കഴിയണം. ഇതാണ് ഒരു അധ്യാപകന്റെ ശരിക്കും ആയുധം എന്ന് പറഞ്ഞാൽ നോളജ്, അറിവ് കഴിഞ്ഞാല് ഈ അറിവ് എങ്ങനെയാണ് നമ്മൾ പകരുന്നത്, നമ്മുടെ സംസാരത്തിലൂടെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം നല്ല രീതിയിൽ സംസാരിക്കും, അല്ലെ? നമുക്കിപ്പോ എല്ലാ അറിവും എല്ലാ അധ്യാപകർക്കും ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല, അല്ലെ? എല്ലാ ടീച്ചേഴ്സും എല്ലാം തികഞ്ഞവരാരുമല്ല. എല്ലാവർക്കും പക്ഷെ
കുറച്ച് അറിവുകളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നല്ല അറിവുകളുള്ളവരുണ്ടായിരിക്കും, അത് ഞങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളായാലും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കുറച്ച് അവയർനെസ് എങ്കിലും പ്രത്യേകിച്ച് അധ്യാപകർക്ക് വേണം, അല്ലെ? കുറച്ചൊരു കോമൺ സെൻസ് എന്നല്ല എങ്കിലും നമ്മൾക്ക് ഒരു ടോപ്പിക് തന്നാൽ ഒരു 2 മിനിറ്റുള്ള 1 മിനിറ്റിനുള്ളിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. ഏറ്റവും വലിയ കാര്യമാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തത്. അതായത് കുറെ പേര് മിണ്ടാതിരുന്നവരുണ്ടാവാം, പക്ഷെ വില്ലിങ് അല്ലാതിരുന്നത് ചിലപ്പോൾ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ മുന്നോട്ട് വരാൻ കാണിച്ച മനസ്സിന് ഞാൻ വലിയൊരു താങ്ക്സ് പറയാണ്. കാരണം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, അല്ലെ? നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നമ്മൾക്ക് സപ്പോർട്ടേ തരാൻ പറ്റുള്ളൂ, പക്ഷെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയണം. നിങ്ങൾ ഇപ്പൊ ഇൻട്രോവേർട്ട് ആയുള്ള ആൾക്കാരുണ്ടാവാം, അധികം സംസാരിക്കുന്നവരുണ്ടാവും, എന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മളിങ്ങനെ സംസാരിക്കാത്ത ഒരു ടീച്ചർ ക്ലാസ്സിൽ പോയി നിന്ന് അത്ര സുഖമില്ലാതെ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അട്രാക്റ്റീവ് ആവില്ല, അല്ലെ? കുട്ടികൾക്ക് നല്ല നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് വേണം? നമുക്ക് അത്യാവശ്യം എന്ത് കാര്യത്തെ കുറിച്ച് ഇപ്പൊ ഒരു ടോപ്പിക് വന്നിരിക്കുന്നു അതിനെ കുറിച്ച് സംസാരിക്കാന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയൊക്കെ എന്തൊക്കെ രീതിയിൽ. ചിലവര് നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് പറഞ്ഞു, ചില കുട്ടികൾ സംസാരിച്ചപ്പോ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു, തുടക്കം ഉണ്ടായിരുന്നു, അതിന്റെ ഉള്ളടക്കം ഉണ്ടായിരുന്നു, ഒരു കൺക്ലൂഷൻ ഉണ്ടായിരുന്നു. ചിലര് അവർക്ക് എന്തൊക്കെ അറിയാം, പക്ഷെ അവർ അവരുടേതായ രീതിയിൽ അവതരിപ്പിച്ചു, അല്ലെ? പിന്നെ ചിലവർക്ക് ചില വാക്കുകൾ ഒരുമിച്ച് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്നില്ല, കിട്ടാത്തൊരു സിറ്റുവേഷൻസ് വന്നു നിങ്ങൾക്ക്, അല്ലെ? എന്ത് പറയണം, സ്റ്റാർട്ടിങ് ട്രബിൾ വന്നു, ഇടയിൽ വെച്ചൊന്ന് ബ്രേക്കായി, അങ്ങനെയൊക്കെ വന്നു. അപ്പൊ അതെന്തിന്റെ കുറവായിട്ടാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്? കുറവൊന്നല്ല, നിങ്ങൾക്കപ്പോ കുറെ കൂടി ട്രെയിനിങ് ആവശ്യമാണ്, അല്ലെ? നമ്മള് പാഠഭാഗത്തുള്ളതും അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് കുറെ കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പൊ ഇതില് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ റോളും കൈകാര്യം ചെയ്യേണ്ടി വരും. ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് എല്ലാമാണ്. അമ്മയാണ്, അച്ഛനാണ്, ഒരു പാട്ടുകാരനാണ്, പാട്ടുകാരിയാണ്, ആക്ടറാണ്, ഒരു നേഴ്സാണ്, എഞ്ചിനീയർ ആണ്, എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഘടകമാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചമ്മലുണ്ട്, സംസാരിക്കാൻ ചമ്മലുണ്ട്, അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞ തെറ്റായി പോകും, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ പോകണം, അതെല്ലാം പോകണം. നിങ്ങൾക്ക് കോൺഫിഡൻസ് വരണം, അല്ലെ? നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ആദ്യം ടീച്ചറിന് കുറെ അറിവുണ്ടായെന്ന് പറഞ്ഞ് ചിലപ്പോൾ ടീച്ചറിന് സംസാരിക്കാൻ പറ്റില്ല. എന്താണ്? ടീച്ചറിന് പേടിയാണ് സംസാരിക്കാൻ. എനിക്ക് കുട്ടികളുടെ മുഖം കാണുന്നില്ല, കുട്ടികളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ടെൻഷനാണ്. അതുണ്ടായാൽ നമുക്കൊന്നും നടക്കില്ല. നമുക്ക് കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് വരണമെങ്കിൽ എന്താണ്? നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. എന്ത് ടോപ്പിക്സ് കിട്ടിയാലും ഒരു വാക്കെങ്കിലും പറയാൻ പറ്റില്ലെങ്കിൽ പറയാൻ പറ്റുന്നെങ്കിൽ നമ്മൾ എന്തിനും നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം, അല്ലെ? ഇപ്പൊ പല കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും അതിനെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പൊ കുട്ടി എന്ത് കാര്യമെന്ന് പറഞ്ഞു, നമ്മുടെ മക്കളായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, അതിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മളൊന്ന് ആധികാരികമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. ചില സമയത്ത് ഹസ്ബൻഡ് പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചൊന്നും പറയാൻ കിട്ടാറില്ല, അല്ലെ? ചില സാഹചര്യങ്ങളില് അടച്ച് ചിലപ്പോൾ മിണ്ടാതിരിക്കും, റിപ്ലൈ കൊടുക്കാനില്ല, ചിലപ്പോൾ റിപ്ലൈ കൊടുത്തു ഒരിക്കലും അതൊരു തർക്കുത്തരാവുന്നില്ല കേട്ടോ. അതൊരിക്കലും കുട്ടി ചോദിച്ചാലും അമ്മ ചോദിച്ചാലും നമ്മൾ പറയുമ്പോൾ അതൊരിക്കലും തർക്കുത്തരില്ല. നമ്മുടെ ഒപ്പീനിയൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതെവിടെ വേണമെങ്കിലും നമുക്ക് പറയാം, പക്ഷെ മറ്റുള്ളവർക്ക് നോവിക്കാത്ത രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇൻ കേസ് ഇനി കുട്ടികളോട് സംസാരിക്കുമ്പോൾ നിങ്ങളിപ്പോ ആദ്യം എല്ലാവരും കുറെ ദേഷ്യമുള്ളവരായിരിക്കും. പെട്ടെന്ന് കുട്ടി എന്താ ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ ചാടിക്കേറി ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കും. അതൊക്കെ ഒന്ന് മാറ്റം വേണം. ആ രീതികളൊക്കെ നമ്മൾ മാറി വേണം. അങ്ങനെയല്ല, അവർക്ക് കൺവിൻസ്ഡ് ആയിട്ട് പറയണമെങ്കിൽ നമ്മളൊന്ന് കൂളാവാതെ കേൾക്കുമ്പോ തന്നെ എനിക്കത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, നീ ഒന്ന് പോയി എന്താ നോക്കുന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ വിടരുത്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എത്ര സിമ്പിളാ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും എന്താണ്, നിങ്ങൾക്ക് അത് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ അതില് ആ കുട്ടി പറയുന്ന കാര്യങ്ങളിലോട് ഒരു അറ്റാച്ച്മെന്റ്സ് നിങ്ങൾ കൊടുക്കുക. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അത് ഡെവലപ്പ് ചെയ്യണം. റെസ്പോണ്ട് വേണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. റെസ്പോണ്ട് വേണം, നന്നായിട്ട് സംസാരിക്കാൻ പറ്റണം, കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണ്. ഇന്ററാക്ട് ചെയ്യണ്ടേ? സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ഷൻസിലേക്ക് കിടക്കുന്നത്. ഇപ്പോ പലർക്കും ഇപ്പൊ മുന്നോട്ട് വന്ന എല്ലാവരോടും ഞാൻ പ്രത്യേക അപ്രീസിയേഷൻ കൊടുക്കുകയാണ്. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് കൊടുത്ത ടോപ്പിക്കാണ്, അല്ലെ? ഇൻസ്റ്റന്റ് ആയിട്ട് എന്ന ടോപ്പിക്കാണ്. ഇതൊന്നല്ല ഞാനിവിടെ എഴുതി വെച്ചിരുന്ന ടോപ്പിക് കേട്ടോ. ടോപ്പിക് ആയിട്ട് ഒന്നല്ല എഴുതി വെച്ചിരുന്നത്, പക്ഷെ തോന്നി വേണ്ട
അടുത്തൊരു പ്രാവശ്യം. അത്ര ആയിട്ടില്ല, നിങ്ങൾ ആദ്യമല്ലേ ചെയ്യുന്നത്, നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഇൻസ്റ്റന്റ് ടോപ്പിക് ചെയ്യുന്നത്. കടുകട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയും ആ ടീച്ചർ ക്ലാസ്സിൽ ഇത്ര വലിയ ടോപ്പിക് തരുന്നു, ഞങ്ങൾ എങ്ങനെ പറയാനാണോ പറഞ്ഞാൽ എനിക്ക് ഒരു കംപ്ലൈന്റ് വന്നാൽ പണി പോകില്ലേ. നിങ്ങൾ അങ്ങനെ പറയുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മൾ ആദ്യം സിമ്പിൾ നിന്ന് കോംപ്ലക്സിലേക്ക് പോയാൽ പോലെ, അങ്ങനെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് ആരും നോളജ് ഇല്ലാത്തവരൊന്നല്ല, എല്ലാവർക്കും എല്ലാത്തിനെയും കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ എന്ന് പറയാനും പറഞ്ഞു പഠിപ്പിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. പറഞ്ഞതിൽ ഏറ്റവും നിങ്ങൾക്ക് ആരുടെയാണ് ഏറ്റവും നന്നായിട്ട് പറഞ്ഞിട്ട് തോന്നിയത്? എന്റെ പറഞ്ഞതാണ് ഏറ്റവും നന്നായിട്ട് തോന്നിയത്, ഓർക്കുന്നുണ്ടോ? ഏത് ടോപ്പിക്കാണ് ഏറ്റവും നന്നായിട്ട് പറഞ്ഞത്? വിമൻസിനെ കുറിച്ച് പറഞ്ഞ ഒരാള് പറഞ്ഞ പേര് ഓർമ്മയില്ല, പറഞ്ഞത് നന്നായിട്ടുണ്ടായിരുന്നു. അത് തന്നെ റസ്മിന പറഞ്ഞ കറക്റ്റ് ആണ്. വിമൻസിനെ പറ്റി നന്നായിട്ട് പറഞ്ഞു. അതാണ് പറഞ്ഞ രണ്ടുപേരും നന്നായിട്ട് പറഞ്ഞു. എൻവയോൺമെന്റ് പറഞ്ഞു. വുമൻസിനെ പറ്റി നിങ്ങൾക്ക് ഇത്രയും നന്നായിട്ട് പറയാൻ പറ്റിയ കാരണം എന്താ? എന്തുകൊണ്ടാണ്? നമ്മളായതുകൊണ്ട്. അതെ, നമ്മളായതുകൊണ്ട് നമ്മളെ പറ്റി പറയാൻ നമുക്ക് വാക്കുകള് കേൾക്കുന്നതും നമ്മൾ ഇന്ന് നേരിടുന്ന കുറേ പ്രശ്നങ്ങളും വുമൻസിനെ പറ്റിയിട്ടാണ്. നമ്മൾ എവിടെ ഒരു ന്യൂസ് ചാനൽ എടുത്തിട്ട് നോക്കിയാൽ ഇന്ന് മുഖ്യതും സ്ത്രീകളുടെ പെൺകുട്ടികൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ രണ്ടാമത്തെ ആക്ടിവിറ്റി ആണ് ഇപ്പൊ കഴിഞ്ഞത്. നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റി ഏതായിരുന്നു അറിയാമോ? ഏതായിരുന്നു? അനുഭവങ്ങൾ പറയാ, അതിൽ ഞാനില്ലായിരുന്നു. സന്തോഷ അല്ലെ, ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫിൽ നമ്മൾ പറഞ്ഞത്. മറക്കാനാവാത്ത നിമിഷം. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ആക്ടിവിറ്റി ആയിരുന്നു നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സ്പീച്ച്, സ്പോണ്ടേനിയസ് ആയിട്ട് സ്പീച്ച് ചെയ്യാണ്. നിങ്ങൾ നന്നായിട്ട് ചെയ്തു. ഓക്കെ, ഇനിയും ആക്ടിവിറ്റീസുകൾ വരുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ എല്ലാം കൊണ്ടും ഇംപ്രൂവ് ആണ്. ഒരു പരീക്ഷ എഴുതി മാർക്ക് മാത്രം വാങ്ങിച്ചാൽ പോലെ നിങ്ങൾക്ക് അല്ലെ, നമ്മൾ ഓൺലൈൻ സെഷൻ ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ലൈവ് സെഷൻ ആണെങ്കിലും നമുക്ക് നമ്മുടെ കഴിവുകൾ പുറത്തു വരാനുള്ള അവസരങ്ങൾ നമ്മൾ ടീച്ചേഴ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ഇനി വരുന്നത് നമുക്ക് ഡിബേറ്റ്സ് എന്ന് പറഞ്ഞ സെഷൻ വരുന്നുണ്ട്. ഡിബേറ്റ് അറിയാലോ? ഡിബേറ്റ് എന്താണ്? സംവാദം അല്ലെ. യെസ്, അതെ, ഡിബേറ്റ് നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും ഭയങ്കര ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം പ്രശ്നങ്ങളുണ്ട് ഒരുപാട്. അത് ഓൺലൈനിൽ ചെയ്യുമ്പോൾ മാത്രമല്ല, നിങ്ങൾ പരസ്പരം തല്ലിപ്പിടിക്കും. ലാസ്റ്റ് ചെയ്ത ഒരുപാട് ക്ലാസ്സിന്റെ അനുഭവം വെച്ചിട്ട് ഇത് പറയാണ്, ചിലവര് നല്ല രീതിയിൽ പോകും കേട്ടോ, അവിടെ ടീച്ചേഴ്സ് ഒന്നും ആയി മാറില്ല. അപ്പൊ അവിടെ ശരിക്കും യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. നമ്മൾ ഈ ബിഗ് ബോസിലൊക്കെ കാണുന്ന പോലെ സത്യമായിട്ട് പറയാണ്, ഞാൻ ഇത്രയും ക്ലാസ്സിലെ ചെയ്യിപ്പിച്ചിരുന്ന അനുഭവം വെച്ച് പറയാണ്, ആദ്യം കൂളായിട്ടൊക്കെ ഡിബേറ്റ് നടത്തുമ്പോ മാം ആണോ അതിന്റെ ഡീലിംഗ് ആയിട്ട് നിൽക്കുക, മെയിൻ കാര്യങ്ങള്? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ചെയ്തിട്ട് ആദ്യം നല്ല സ്ട്രെസ് ആയിട്ട് പോയി. കുറെ കഴിഞ്ഞപ്പോ അവരുടെ ഈഗോ ഒക്കെ അങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അഹങ്കാരമൊക്കെ പുറത്തു വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി തുടങ്ങി കഴിഞ്ഞപ്പോ എങ്ങനെ രണ്ടു കൂട്ടർക്ക് പ്രശ്നമില്ലാതെ നമ്മൾ നിൽക്കണ്ടേ? എങ്ങനെയായിട്ട് ജസ്റ്റ് 12-50 ആയപ്പോ ഞാൻ നോക്കിക്ക് തീർത്തുന്ന വെച്ചാൽ ലാസ്റ്റ് അത് കഴിഞ്ഞപ്പോ പറഞ്ഞ ടീച്ചറെ ഞങ്ങള് അറിയാതെ ആവേശത്തോടുകൂടി പറഞ്ഞ് ടോപ്പിക്കിന് മാറിപ്പോയെന്നാണ്, ക്ഷമിക്കണമെന്ന് പറഞ്ഞ സോറി പറഞ്ഞു. അതൊരു ക്ലാസ് എടുക്കാം. പിന്നെ വേറൊരു ക്ലാസ് അവര് സംസാരിച്ച് വേറെ ഏതോ ടോപ്പിക്കിലോട്ടൊക്കെ പോയി. നല്ല രസമായിരുന്നു. അത് എനിക്ക് സിക്സ് വേറെ ടോപ്പിക്കായി. പിന്നെ നമ്മളപ്പോ വേറൊരു പുതിയ ടോപ്പിക് അതിനിടെ കിട്ടുകയും ചെയ്തു. അങ്ങനെ സംസാരിച്ച് ചിലവര് പരസ്പരം തല്ലുപിടിക്കും. അങ്ങനെയൊക്കെയാണ് സംവാദം എന്ന് പറയുന്നത്. നമ്മുടെ ഡിബേറ്റ് എങ്ങനെയാണ്? ഒരാൾ പറയുന്ന അഭിപ്രായത്തോട് നിങ്ങൾ എഗ്രി ചെയ്യാതിരിക്കും. അപ്പൊ എന്താണ്? അപ്പൊ എഗ്രി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമ്പോൾ അയാൾ പറയുന്നതാണ്, അത് പറഞ്ഞാൽ പറ്റില്ല, ഇതെങ്ങനെയാണെന്ന് പറഞ്ഞ കാരണങ്ങൾ നിരത്തും. അപ്പൊ മറ്റൊരാൾ അത് ഏറ്റുപിടിക്കും. അങ്ങനെ ഏറ്റുപിടിച്ച് പക്ഷെ നമ്മളൊരു കൺക്ലൂഷൻ എത്തിച്ചേരണം. അതിനുവേണ്ടിയാണ് ഒരു സംവാദം നടത്തുന്നത് അല്ലെ. അപ്പൊ രസകരമായിട്ടുള്ള കുറെ ആക്ടിവിറ്റീസുകൾ വേറെ ഉണ്ട്. ചില ദിവസങ്ങളിൽ നമ്മൾ ആക്ടിവിറ്റി സെഷൻസ് ആയിരിക്കും, അല്ലാത്ത ദിവസങ്ങളിൽ ക്ലാസ്സുകളായിട്ട് പോകും കേട്ടോ. ന്യൂസ് ചാനൽ ഡിബേറ്റിൽ പോലും ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇതില് എത്രയോ പെൺകുട്ടികളുണ്ട് ക്ലാസ്സിൽ, 10-60 പെൺകുട്ടികളെ വെച്ചിട്ടാണ് ഡിബേറ്റ് ചെയ്തത്. നിങ്ങളുടെ അവസ്ഥ കാരണം 2 പാർട്ടൊന്നല്ലല്ലോ, എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോ ചിലവര് കുറച്ചൊന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാലേ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊരു പ്രശ്നം. അപ്പൊ
അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ അത് മാറണം. ശരിക്കും പറഞ്ഞ നമ്മള് അധ്യാപകരാണ്. ആ ഒരു ലാംഗ്വേജിൽ വരെ വ്യത്യാസം വന്നു തുടങ്ങി. അവർ സംസാരിക്കുമ്പോ ലാംഗ്വേജ് ഒക്കെ മാറി തുടങ്ങി എന്ന് തോന്നിയപ്പോ ഞാൻ നിർത്തി പരിപാടി. ശരിയാവില്ല എന്നാണ്. ചിലവർക്ക് പെട്ടെന്ന് ടെമ്പർ കയറി കഴിഞ്ഞാലേ വീട്ടിൽ സംസാരിക്കുന്ന പോലെ ആ ഒരു ഇതിൽ നിന്ന് സംസാരിച്ചു വരും. അത് അവരുടെ നേച്ചർ ആണ്. അവർക്ക് അങ്ങനത്തെ ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണ്. എല്ലാ ഫ്രസ്ട്രേഷൻസ് കൂടിയാണ് സംവാദത്തിൽ കാണിച്ചു. അതാണ് പ്രശ്നം വന്നത്. ഫ്രസ്ട്രേഷനും ഡിപ്രഷനൊക്കെ കൂടി അങ്ങനെ തീർത്ത് ഭയങ്കര സമാധാനം കേട്ടോ. നല്ല ഡിബേറ്റ് വേണം അങ്ങനെ. പക്ഷെ പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും പരസ്പര വിഷമമൊന്നും തോന്നുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളോട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതാണ് അങ്ങനെയൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഓക്കെ, എല്ലാം ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് കണ്ടാ മതി. താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? ഞാൻ ഒരു പാട്ട് പാടട്ടെ മാം. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി, വെള്ളം കോരിക്കുളിപ്പിച്ചു കിന്നരിച്ചോ മനിച്ചയ്യയ്യാ, എന്റെ മാരിപ്പളുങ്കിപ്പം രാജപ്പൂമുത്തായി പോയടി, ചൊല്ലിനാവേറരുതേ കണ്ടു കണ്ണീരരുതേ, പിള്ളദോഷം കളയാൻ മുളുപുള്ളോൻ കുടമേ ഹോയ്, ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി, ചുണ്ടിലോ പരന്ന പാൽമണം, വയമ്പു നാവിലോ നുറുങ്ങു കൊഞ്ചലും, നുറുങ്ങു കൊഞ്ചലിൽ നിറഞ്ഞൊരമ്മയും, ഒരമ്മ തൻ മനം കുളിർന്ന ഹാസവും, ആനന്ദത്തേനിമ്പത്തേരിൽ ഞാനേ മാനത്തുടങ്ങിങ്ങൊന്നോടിക്കോട്ടെ, ഓലത്തത്തെ ഞാനും നിന്നോടൊപ്പം ചാഞ്ചക്കം ചാഞ്ചക്കം ചാടിക്കോട്ടെ, പൂങ്കവിൾ കിളുന്നിൽ ഞാൻ ചാന്തു കൊണ്ടു ചാർത്തിടാം, എന്നുണ്ണിക്കൻ ചൊല്ലും കണ്ടും കൊണ്ടാപത്തൊന്നേറ്റിടാതിടാം, ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. സമയമില്ല മിസ്, എന്നെ ഉണ്ട് നിർത്ത് നോക്കി. ഈ പാട്ട് മാം ഇങ്ങനെ പാടുണ്ടല്ലോ, ഞങ്ങൾക്ക് ആ മാം ആ പാട്ടൊന്ന് ഒരു 4 വരി പാടി തരും. ഈ പാട്ടോ? മാം നല്ല ഡാൻസർ അല്ലേ, വീഡിയോസും ഉണ്ട്. അത് ചിലപ്പോ കൂടെ പാടിയ ഇൻട്രസ്റ്റ് പാടിയതാണോ? അത് വേറെ പാട്ടേതാണ്? അപ്പൊ ബംഗാടിയിൽ പെട്ടു കിട്ടുന്ന ചെപ്പാടി വിദ്യ കാണാം, ഇവിടെ മാറ്റം കാണാം, പലക്കൂട്ടം കൂടാം, അമ്മൂമ്മ വന്നു കുടഞ്ഞിട്ട് കിട്ടുന്ന തെമ്മാടി വേല കാണാം, ഇവിടെ മാറ്റം കാണാം, പലക്കൂട്ടം കൂടാം, പരിമാറാണിയും കൈയോട് കൈ ചേർന്ന് സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ സോങ് ഈ സോങ്. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. Thank you.